എടാ അതെന്താ സംഭവം അറിയാം ഫിദ സാർ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞുതരാം ചാറ്റ് അല്ല അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിദ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കേണ്ടത് പക്ഷെ അത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എടാ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഞാനവിടെ സ്റ്റേജിൽ കയറി ആ സ്റ്റേജിന് മുന്നേ ആ റൂമിലുള്ളപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെടുന്നുണ്ട് ഇയാളായിട്ട് ഞാൻ കമ്പനി അടിക്കുന്നുണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് സ്റ്റേജിൽ പോയി കോമഡി ആക്കാം സ്റ്റേജിൽ പോയി നമുക്ക് സ്റ്റേജിൽ കയറിട്ട് ബാക്കി പരിപാടി ആക്കാം ഇതാക്കാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് അവിടത്തേക്ക് പോകുന്നത് സ്റ്റേജിൽ കയറുന്നത് ഈ ചങ്ങായി കയറിയപ്പോൾ ഞാൻ തമാശക്ക് ഒന്ന് ഊക്കിയതല്ല ഞാൻ തമാശക്ക് പറഞ്ഞത് മനസ്സിലായി നമ്മളെല്ലാം പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണാക്കും മനസ്സിലാവും ആ ഒരു സംഭവമൊക്കെയാണ് അതിന് ഇത്രയും ഹേർട്ടായിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ ഒരു അപമാനമായിട്ട് അയാൾക്ക് തോന്നിയില്ലെങ്കിൽ അയാൾ വീഡിയോ ഇട്ട് 1.5 മില്യൺ അടിപ്പിക്കൂലായിരുന്നു അപമാനം ഫീൽ ചെയ്ത ഒരാള് പിന്നെ ആ അപമാനം കുറച്ചും കൂടി ആൾക്കാരെ ഇതാക്കി സെന്റിമെന്റ്സ് വാങ്ങാൻ നിൽക്കൂലല്ലോ അത് അപമാനത്തിനായിട്ട് തോന്നിയ അയാളൊരു റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് സ്ട്രാറ്റജി ആയിട്ടാണ് കണ്ടത് കാരണം ബാക്കി ഇതിലുള്ള പേജിലുള്ള വീഡിയോസ് എല്ലാം 100K 50K 40K 30K 10K അത് ഇത് തൊപ്പിയായിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞ വീഡിയോ മാത്രം 1.5 ഇല്ല അപ്പൊ അതിൽ തന്നെ ഇന്റൻഷൻ ക്ലിയർ ആണ് മനസ്സിലായി പക്ഷേ ഞാൻ ഒരു കാര്യം വേണ്ട ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ഒരാളെ ഞാൻ ഒരു മോശം രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു തമാശ രീതി കോമഡി നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഊക്കി കോമഡി ആക്കി പിന്നെ അയാൾ തിരിച്ചെന്നോട് പറയുന്നല്ല ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചെന്നോട് പറയും അങ്ങനത്തെ ലെവലിലുള്ള ഒരു സാധാ ഒരു നോർമൽ ഫൺ ചിറ്റ് ടോക്കാന്നാണ് നടന്നത് പക്ഷെ അതിന് ശേഷം ആ റൂമിൽ നിന്ന് ഇറങ്ങുന്ന പോകുമ്പോൾ വരെ കയ്യെല്ലാം കൊടുത്ത് തമാശയും പറഞ്ഞ് കോമഡി പറഞ്ഞ് നിന്ന ആളാ പിന്നെ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് പോയി തിരിച്ച് വന്ന് പിറ്റേ ദിവസം ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ശേഷമാണ് നമുക്ക് അയാളെ കുറിച്ച് ബാഡ് അടിച്ചത് മനസ്സിലാവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതില്ല പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് മേക്കിംഗ് തിങ്സ് ക്ലിയർ ഓക്കെ